നമസ്തേ. നവഗ്രഹങ്ങളെപ്പറ്റി ഇന്ന് അറിയാം. ആദിത്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ് നവഗ്രഹങ്ങൾ. നമ്മുടെ ജാതകത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നവരാണ് ഈ 9 ഗ്രഹങ്ങൾ. ജാതകത്തിലോ ഗ്രഹസഞ്ചാരവശാലോ നവഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ഏത് ഗ്രഹമാണോ അല്ലെങ്കിൽ ഗ്രഹങ്ങളാണോ ദോഷകരമായി നിലകൊള്ളുന്നത്, ആ ഗ്രഹങ്ങളെ വിശ്വാസപൂർവം ഭക്തിയോടെ സ്മരിച്ചും സ്തുതിച്ചും ക്ഷേത്ര ദർശനം നടത്തി വിധിപ്രകാരമുള്ള പൂജകളും വഴിപാടുകളും മറ്റും നടത്തിയാൽ ദോഷാനുഭവങ്ങൾ ഒഴിവാക്കാം. നവഗ്രഹങ്ങളെ ആരാധനാമൂർത്തികളായും സങ്കല്പിക്കുന്നു. ഗ്രഹദോഷങ്ങൾക്കുള്ള ആദ്യ പരിഹാരം നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. ഗ്രഹദോഷങ്ങളിൽ ഏത് ഗ്രഹാധിപനാണ് കൂടുതൽ അനിഷ്ടകാരിയായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ആ അധിപന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയാണ് പിന്നീട് വേണ്ടത്. നവഗ്രഹങ്ങളുടെ അധിപന്മാരെ പ്രീതിപ്പെടുത്തുന്നത് ഗ്രഹദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. നവഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹങ്ങളെ പറ്റിയും അറിയാം. സൂര്യൻ. ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. സൂര്യന്റെ അധിപൻ ശിവൻ ആയതിനാൽ സൂര്യപ്രീതിക്ക് ശിവനെ ഉപാസിക്കുന്നത് വളരെ ഗുണകരമാണ്. ചന്ദ്രൻ. 12 രാശികളെ ശരീരമായി സങ്കല്പിക്കുന്ന കാലപുരുഷന്റെ മനസ്സാണ് ചന്ദ്രൻ. എല്ലാ നക്ഷത്രങ്ങളിലും ചന്ദ്രന്റെ പൂർണ്ണ ആധിപത്യമുണ്ട്. ചന്ദ്രപ്രീതിക്ക് ദുർഗാദേവിയാണ് പൂജിക്കേണ്ടത്. ചൊവ്വ. നവഗ്രഹങ്ങളിൽ ഒന്നായ ചന്ദ്രനെ കുജൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കുജപ്രീതിക്ക് ഭദ്രകാളിയെയോ സുബ്രഹ്മണ്യനെയോ ഭജിക്കണം. ബുധൻ. ബുദ്ധിയുടെയും വിദ്യയുടെയും അധിപനാണ് ബുധൻ. ബുധപ്രീതിക്ക് ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് ഗുണകരമാണ്. വ്യാഴം. വ്യാഴത്തിന് ഗുരുവിന്റെ സ്ഥാനമാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും പ്രവർത്തനത്തിൽ വ്യാഴത്തിന് നിയന്ത്രണമുണ്ട്. വിഷ്ണുഭജനം വ്യാഴപ്രീതി നൽകും. ശുക്രൻ ശുഭഗ്രഹമാണ്. മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ശുക്രപ്രീതി ലഭിക്കാൻ ഇടയാക്കും. ശനി. ഏറ്റവും ശ്രേഷ്ഠനും അതിശക്തനും അപകടകാരിയുമാണ് ശനി. ശനിയുടെ സ്വാധീനം സകല കഴിവുകളെയും നശിപ്പിക്കും. ശാസ്താവിനെ ഭജിക്കുന്നത് ശനിപ്രീതി നൽകും. രാഹുവിനെയും കേതുവിനെയും പാപഗ്രഹങ്ങളായിട്ടാണ് കരുതുന്നത്. നാഗദേവതയെ ഉപാസിക്കുന്നത് രാഹുപ്രീതി വരുത്താനും ഗണപതിയെ ഭജിക്കുന്നത് കേതുപ്രീതിക്കും വളരെ നല്ലതാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ഓരോ ഗ്രഹങ്ങൾക്കും അനുയോജ്യമായ നിറത്തിലുള്ള വസ്ത്രങ്ങളും പട്ടും രത്നങ്ങളും പുഷ്പങ്ങളും ധാന്യങ്ങളും വഴിപാട് സമർപ്പിക്കുകയോ ദാനം ചെയ്യുകയോ ധരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നവഗ്രഹങ്ങൾ ഓരോന്നിന് വിധിച്ചിട്ടുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്താൽ ദോഷകാഠിന്യം കുറയും. ആദിത്യന് ചുവന്ന തെറ്റി, ചെന്താമര, ചെമ്പരത്തി എന്നിവയും, ചന്ദ്രന് നന്ദ്യാർവട്ടം, മുല്ല, മന്ദാരം, വെള്ളത്താമര എന്നിവയും, കുജന് ചെമ്പരത്തിപ്പൂവ്, ബുധന് തുളസിയും പച്ചനിറമുള്ള പൂക്കളും, വ്യാഴത്തിന് മന്ദാരം, അരളി, നന്ദ്യാർവട്ടം, മുല്ല എന്നിവയും, ശനിക്ക് നീലശംഖുപുഷ്പം, കൂവളത്തില എന്നിവയും, കേതുവിന് ചെമ്പരത്തിപ്പൂവ് എന്നിവയുമാണ് ഉപയോഗിക്കേണ്ടത്. നവഗ്രഹ പ്രീതിക്കായി ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങളും വഴിപാട് സമർപ്പിക്കേണ്ട പട്ടും ഏതാണെന്ന് നോക്കാം. ആദിത്യനും കുജനും ചുവപ്പ് നിറവും ചുവന്ന നിറത്തിലുള്ള പട്ടുമാണ് സമർപ്പിക്കേണ്ടത്. ചന്ദ്രനും ശുക്രനും വെള്ള നിറവും വെള്ളപ്പട്ടും, ബുധന് പച്ച നിറവും പച്ചപ്പട്ടും, വ്യാഴത്തിന് മഞ്ഞ നിറവും മഞ്ഞപ്പട്ടും, ശനിക്കും രാഹുവിനും നീല നിറവും നീലപ്പട്ടും, കേതുവിന് ചുവപ്പോ അല്ലെങ്കിൽ ബഹുവർണ്ണ നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങളും ചുവപ്പ് നിറമുള്ള പട്ടുമാണ് വിധിച്ചിട്ടുള്ളത്. ധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദിത്യന് ഗോതമ്പും, ചന്ദ്രന് പച്ചരിയും, ചൊവ്വയ്ക്ക് തുവരയും, ബുധന് ചെറുപയറും, വ്യാഴത്തിന് കടലയും, ശുക്രന് വൻപയറും, ശനിക്ക് എള്ളും, രാഹുവിന് ഉഴുന്നും, കേതുവിന് മുതിരയുമാണ് പ്രധാനമായത്. ഇവ ദാനം ചെയ്യുന്നത് ഗ്രഹപ്രീതി വരുത്തും.
നവഗ്രഹ ദോഷങ്ങൾക്ക് നവരത്നങ്ങൾ ധരിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. നവഗ്രഹ ദോഷങ്ങൾക്ക് ഓരോ ഗ്രഹത്തിനും വിധിപ്രകാരമുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്താവുന്നതാണ്. പട്ടുചാർത്തി പൂജിക്കാം. അതാത് ധാന്യങ്ങൾ കൊണ്ട് നിവേദ്യമൊരുക്കാം. ഗ്രഹദോഷ ശാന്തിക്കായി വിധിപ്രകാരമുള്ള ധാന്യങ്ങൾ സമർപ്പിച്ച് ഗ്രഹശാന്തി പൂജയും വിശേഷാൽ പുഷ്പാഞ്ജലിയും ചെയ്യാം. ഗൗരവപരമായ ഗ്രഹദോഷങ്ങൾക്ക് നവഗ്രഹ പൂജ പരിഹാരമായി ചെയ്യാവുന്നതാണ്. നവഗ്രഹ പൂജയ്ക്കായി വ്രതം നോൽക്കുന്നത് നല്ലതാണ്. മാംസാഹാരം പൂർണ്ണമായി വർജിക്കണം. നവഗ്രഹങ്ങൾ ഉപദേവതകളാണ്. മറ്റ് ദേവതകളെ തൊഴുത ശേഷം നവഗ്രഹങ്ങളെ തൊഴണം എന്നാണ്. ശനിയാഴ്ച ദിവസം മാത്രം നവഗ്രഹങ്ങൾക്ക് ചുറ്റും 9 പ്രദക്ഷിണം വയ്ക്കാം. മറ്റ് ദിവസങ്ങളിൽ ഇത്ര പ്രദക്ഷിണം പാടില്ല. ക്ഷേത്ര ദർശനം സാധ്യമല്ലാത്ത അവസരങ്ങളിലും ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യാം. ഭവനങ്ങളിൽ നാമജപം, ഭജനം, മറ്റു സൽക്കർമ്മങ്ങൾ, ദാനം എന്നിവയൊക്കെ അനുഷ്ഠിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും നല്ലതാണ്. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നവഗ്രഹങ്ങളെ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.